and welcome back to Pockets of My Life. ഇന്നൊരു മീൽ പ്രപ്പ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു ക്വിക്കസ്റ്റ് മിൻറ്റ് രസമാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ബേസിക്കലി കുറച്ച് സിലാൻഡ്രോ ആൻഡ് മിൻറ്റ് എടുത്തിട്ട് ഈ പുളി ആൻഡ് ഒരു 3-4 ക്ലോസ് ഓഫ് ഗാർലിക്, 1 ടേബിൾ സ്പൂൺ പെപ്പർകോൺസ് ആൻഡ് 1 ടേബിൾ സ്പൂൺ ജീര ഇട്ടിട്ട് ഒരു തക്കാളിയും കൂടെ ചേർത്ത് അടിച്ചെടുത്തിട്ട് ഞാൻ അതിനെ ഒരു കടായിൽ വെള്ളം ഒഴിച്ച് നല്ലോണം അതിനെ കുറുക്കിയെടുക്കാൻ പോവാണ്. ഇത് തിളപ്പിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടോളൂ. ഒരു 10 to 15 മിനിറ്റ്സ് തിളച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, റെഡിയായി. ഇനി നമ്മളിതിൽ താളിച്ചൊഴിച്ചാൽ മാത്രം മതി. ഇറക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ മല്ലിയിലിട്ട് ഇറക്കിയാൽ നല്ല എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. ഇത് മോസ്റ്റ് ക്വിക്കസ്റ്റ് ആൻഡ് സിമ്പിൾ രസമാണ്. നെക്സ്റ്റ് നമ്മൾ ഗോവൻ ഇൻസ്പയർഡ് ഫിഷ് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ മസാല ആയിട്ട് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് റവ ഒരു പ്ലേറ്റിലിട്ട് വെക്കുക. അനദർ പ്ലേറ്റിൽ ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട്, ടർമറിക് ആൻഡ് കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് സം കൊറിയാൻഡർ പൗഡർ എല്ലാം ഒരു 1.5 ടീസ്പൂൺ എടുക്കണം. ടർമറിക് ഒരു 1 ടീസ്പൂൺ മതി. പിന്നെ കുറച്ച് പെരിഞ്ചീരകം നല്ലോണം പൊടിച്ചിട്ട് ഈ റവയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് കറി ലീസും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കോ. സൈഡിൽ കുറച്ച് സോൾട്ടും കൂടെ ഇട്ടിട്ട് അവിടെ വെച്ചേക്കോ. പിന്നെ അഗൈൻ ചെറിയ ഉള്ളി ആൻഡ് കുറച്ച് ഗാർലിക് കൊണ്ട് ചതച്ചിട്ട് നമ്മളെ മസാലയിൽ കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ നമ്മൾ നല്ലോണം തേച്ച് പിടിപ്പിക്കണം ഫിഷിലേക്ക്. ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് റവയിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് മെല്ലെ ഫ്രൈ ചെയ്തെടുക്കണം. ആൻഡ് ഇത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോവും, പിന്നെ ഫിഷ് ഉള്ളിൽ കുക്കായി കിട്ടുകയില്ല. ഇതിനെ സെപ്പറേറ്റ്ലി ഒരു കണ്ടെയ്നറിലൊക്കെ മാറ്റി കുറച്ച് കറി ലീസും കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ ഇത് റെഡി. പിന്നെ ഞാൻ ഒരു സെറ്റും കൂടെ ഫിഷ് വിത്തൗട്ട് ഡിപ്പിങ് ഇട്ട് ഇൻടു റവ ഞാൻ പൊരിക്കുന്നുണ്ട്. നമുക്ക് ത്രൂ ഔട്ട് ദ വീക്ക് ഒരേപോലത്തെ ഇത് കഴിക്കാൻ തോന്നില്ലല്ലോ. സോ ഒരു വേരിയേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് വേ മേക്കിംഗ് എ വെരി സിമ്പിൾ കോക്കനട്ട് റൈസ്. ഇതൊരു പെർഫെക്റ്റ് ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ്. ഞാൻ ആദ്യം കടുക് പൊട്ടിച്ച് കുറച്ച് ഉരദാൽ, ചനാദാൽ, കരിവേപ്പില ആൻഡ് ഡ്രൈ ചില്ലി എടുത്തിട്ട് ഷ്രെഡഡ് കോക്കനട്ട് അതിൻ്റെ മേലെ ഇടുന്നുണ്ട്. ആൻഡ് അത് കുറച്ച് ടോസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇടുന്നുണ്ട്. ആൻഡ് ദെൻ കുക്ക്ഡ് റൈസ് ഇതിൻ്റെ മേലെ കൂടെ നല്ല ബ്രേക്ക് ചെയ്തിട്ടിട്ട് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഫൈനലി കുറച്ച് 1/2 കപ്പ് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യണം, ഒരു എക്സ്ട്രാ ഫ്ലേവറിന്. നോർമലി കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാറില്ല, പക്ഷേ ഞാനൊരു എക്സ്ട്രാ ബൂസ്റ്റ് ഓഫ് ഫ്ലേവറിന് ആഡ് ചെയ്തതാണ്. ആൻഡ് ദെൻ ഫൈനലി ജസ്റ്റ് ഗാർണിഷ് വിത്ത് സം സിലാൻഡ്രോ ആൻഡ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേത്തി പൊട്ടേറ്റോ. ഫസ്റ്റ് വെറും ഒരു പൊട്ടേറ്റോ റോസ്റ്റ് ആക്കാതാണ് വിചാരിച്ചത്. പക്ഷേ മോക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഞാനൊരു 2-3 വെജിറ്റബിൾസ് എങ്കിലും കമ്പൈൻ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഒറ്റയടിക്ക് 2 വെജിറ്റബിൾ പോകുമല്ലോ. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് കുറച്ച് കടുക്, ഫെനുഗ്രീക്ക് സീഡ്സ് ആൻഡ് കറി ലീവ്സ് ഇട്ടിട്ട് അതിന് മേലെ കൂടെ നമ്മൾ പൊട്ടേറ്റോ ചോപ്പ് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലോണം ടോസ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പും കൂടെ ഇടണം. അത് മൂടി വെച്ച് വേകുന്ന സമയത്ത് ഞാൻ ഈ പാക്കറ്റിൽ എനിക്ക് ചോപ്പ് ചെയ്ത് ഈ ടിൻഡോറ കിട്ടും. ടിൻഡോറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കോവയ്ക്ക. അപ്പോൾ അതിൽ സൈഡിൽ ഞാൻ വെറുതെ സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് ടോസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഞാൻ മേത്തി ലീവ്സ് ഞാൻ ലാസ്റ്റ് ടൈം വാങ്ങിച്ചതിൽ ബാക്കി വന്നത് ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. അതതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് ഇറക്കുന്നതിന് മുമ്പേ കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് ഇറക്കിയാൽ പൊട്ടേറ്റോ ഡിഷ് റെഡി. ഈ 2 തരം വെജീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബോറടിച്ച് പോകാണ്ടിരിക്കാനാണ്. ഫുൾ വീക്ക് നമുക്ക് ഒരേ വെജീസ് കഴിക്കാൻ പറ്റില്ലല്ലോ. സോ ഓൾട്ടർനേറ്റ് ചെയ്ത് നമുക്കിത് വെജീസ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വേ മേക്കിംഗ് എ ലാം സൂപ്പ്. ഞാനിത് സ്പെഷ്യലി ഉണ്ടാക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഇല്ല ദോശയുടെ കൂടെയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, ഇഫ് സൂപ്പ് തനിയെ കുടിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ. ഇതിൽ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, ഒരു തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് സിലാൻഡ്രോ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് 2 എണ്ണം, കുറച്ച് കുരുമുളകും ജീരകവും ഇട്ടിട്ട് ഒരു 5 to 6 വിസിൽസ് വേവിച്ചെടുക്കുക. ആൻഡ് ഇറ്റ്സ് റെഡി. ഉപ്പ് അവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൈമിൾട്ടേനിയസ്ലി ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, റവ വട. ഇത് ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പ്, കുറച്ച് സിലാൻഡ്രോ, ജിഞ്ചർ ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് ഞാൻ റവേനെ കുക്ക് ചെയ്തെടുക്കുവാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺസ് യോഗേർട്ടും അതിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ റവേൻ്റെ മാവിനെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് ലോ ആണെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഓയിൽ സ്പ്രേ ആവുന്നതാണ്. ഇതിന് ഞാൻ വടേൻ്റെ സൈസിൽ കുറച്ച് ഫ്ലാറ്റായിട്ട് പ്രസ് ചെയ്തെടുത്തിട്ട് നടുക്കൊരു ഹോളും കൂടെ ഇട്ടിട്ട് ഒരു വട ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ 390 ഡിഗ്രി സെൽഷ്യസിൽ ഒരു
13 minutes എയർ ഫ്രൈ ചെയ്തെടുത്താൽ മതി. And it's ready and you can have it with coconut chutney, ഇല്ല ഇഡ്ലി പൊടിൻ്റെ കൂടെ കഴിക്കാം. ഇത് ക്വിക്കായിട്ട് എൻ്റെ മോക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഇത് വീക്കിൽ എപ്പോഴെങ്കിലും രാവിലെ എടുക്കുന്ന സമയത്ത് നമ്മൾ എയർ ഫ്രയറിൽ ഒന്നുകൂടി ഒരു 1 minute ക്രിസ്പ് അപ്പ് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. മെല്ലെ ഒരു കോപ്പി കുടിച്ചിട്ട് അടുത്ത സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ തലവേദന എടുക്കും. ഫൈനലി നമ്മളെ പ്രപ്പിലുള്ളത് സ്വിസ് ചാർഡ് ലെമനേഡാണ്. ഇവിടെ കാനഡയിൽ കുറേ പിങ്ക് ലെമനേഡ് അവർ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിങ്ക് ലെമനേഡ് മോസ്റ്റ്ലി റൂബാബ് സ്റ്റെം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് സ്വിസ് ചാർഡ് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പിങ്ക് ആവില്ല. ദോ സ്റ്റെംസിനെ കാണാൻ ഒരു പിങ്ക് കളർ ഉണ്ടെങ്കിലും ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് തരാൻ പോകുന്നത്. സ്വിസ് ചാർഡിന് വളരെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഞാൻ ആദ്യം ലെമൺ ജ്യൂസിനൊക്കെ പിഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഷുഗർ ആഡ് ചെയ്യാണ്ട് ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ആഡ് ചെയ്യുന്നത്. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കുറേ പഞ്ചസാര മാറി കുടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ കഴിക്കൽ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ക്രേവിങ് വരുമല്ലോ, എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കാനോ കുടിക്കാനോ അതിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ആഴ്ചത്തെ മീൽ പ്രെപ്പ് സ്പ്രെഡ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും ഇതിന്. അതിനാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ.